ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ. രാമായണത്തിലെ പ്രതിനായകനായ രാവണൻ, ദശമുഖനായ രാവണൻ വാസ്തവത്തിൽ ഒട്ടനവധി വൈശിഷ്ട്യങ്ങളായ ഗുണങ്ങളുടെ, നിരവധി മികവുകളുടെ ഉടമ കൂടിയാണ്. 10 തലയുള്ള രാവണൻ യഥാർത്ഥത്തിൽ ഒരു ബഹുമുഖ പ്രതിഭയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നല്ല മികച്ച ഭരണാധികാരിയാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം, ഏറ്റവും സമൃദ്ധമായ രാജ്യം, മികച്ച ഖജനാവ്, ഇവയെല്ലാം ലങ്കയിലുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണമയി ലങ്ക എന്ന് വിശേഷിപ്പിക്കുന്ന ലങ്കാരാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് രാവണൻ. രാവണൻ സാമവേദജ്ഞനായിട്ടും സംഗീതജ്ഞനായിട്ടും രാവണനെ വിശേഷിപ്പിക്കുന്നുണ്ട്. സംഗീതത്തിൽ അതുല്യ പ്രതിഭയാണ് രാവണൻ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാവണൻ്റെ മറ്റൊരു ഉദാത്തമായ വൈശിഷ്ട്യം രാവണൻ ശിവഭക്തനാണ് എന്നുള്ളതാണ്. ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയ ആളാണ് രാവണൻ. കൈലാസഗിരിയെ എടുത്ത് അമ്മാനമാടി തൻ്റെ പ്രഭാവം തെളിയിക്കുകയും ശിവൻ്റെ പ്രീതി പിന്നീട് സമ്പാദിക്കുകയും ചെയ്ത രാവണൻ വിശിഷ്ടമായ ശിവതാണ്ഡവ സ്തോത്രം വിരചിച്ച ഒരു കവി കൂടിയാണ്. ജടാടവീകളജ്ജല പ്രവാഹ പാവിതസ്ഥലേ ഗളേവലംബ്യലംബിതാം ഭുജംഗ തുംഗമാലികാം ഡമഡ്ഡമഡ്ഡമഡ്ഡമന്യനാദമഡ്ഡമഡ്ഡമർവയം ചകാര ചണ്ഡതാണ്ഡവം തനോദുന ശിവശിവം എന്നിങ്ങനെയുള്ള ആ വിശിഷ്ടമായ ശിവതാണ്ഡവ സ്തോത്രത്താൽ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തിയ ഉത്തമ ശിവഭക്തനുമാണ് രാവണൻ എന്ന് കാണാം. പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസ എന്നിങ്ങനെ ശ്രീരാമോദാന്തം രാവണൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്രവസ് എന്ന ശ്രേഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണൻ്റെ മകനാണ് രാക്ഷസനായ രാവണൻ. കൈകസി എന്ന രാക്ഷസ കുമാരിയെ പരിണയിച്ച ഇതിലാണ് വിശ്രവസിന് രാവണനും കുംഭകർണനും വിഭീഷണനും എന്നീ മക്കൾ ഉണ്ടാകുന്നത്. വിശ്രവസിൻ്റെ മറ്റൊരു മകനാണ് വൈശ്രവണൻ എന്ന കുബേരൻ. അപ്പോൾ ഇത്രയെല്ലാം പ്രഭാവശാലിയും ഇത്രയെല്ലാം ഗുണവൈശിഷ്ട്യങ്ങളുടെ ഉടമയുമായിട്ടുള്ള രാവണൻ എങ്ങനെ പ്രതിനായകനായി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ഏറ്റവും മ്ലേച്ഛമായ, ഏറ്റവും നീചമായ കളങ്കമാണ് ആ പരധാര ആസക്തി. അതുകൊണ്ട് തന്നെ രാവണൻ്റെ എല്ലാ ഗുണങ്ങളും നിഷ്പ്രഭമായി പോവുകയും രാവണൻ്റെ കൊള്ളരുതായ്മകൾ അത്യധികം മുഴച്ചു നിൽക്കുകയും ചെയ്യാനിടയായി. അതുകൊണ്ട് തന്നെ അത് രാവണൻ്റെ പതനത്തിന് കാരണമാവുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ രാമായണം രാവണനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം ഇതാണ്: എന്തെല്ലാം മികവുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും ആ അമാന്യമായിട്ടുള്ള സ്വഭാവത്തിന് അടിമപ്പെടാതിരിക്കാൻ കഴിയണം എന്ന സന്ദേശമാണ് രാമായണം രാവണനെ വരച്ചു കാണിക്കുന്നതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ രാമ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.